ഇന്നൊരു നാടൻ വറുത്തരച്ച ചിക്കൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. വളരെ എളുപ്പത്തിൽ അത്യാവശ്യം കുറുകിയ ചാറോട് കൂടിയിട്ട് തന്നെ നമുക്കിത് തയ്യാറാക്കാൻ വേണ്ടി പറ്റും. ഇതിൻ്റെ ഗ്രേവിക്കൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. ഒരുപാട് മസാലകളൊന്നും ചേർക്കാണ്ട് നമ്മളിത് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കിയിട്ട് വരാം. അതിന് വേണ്ടിയിട്ട് ഞാൻ 1/2 കിലോ ചിക്കൻ ചെറിയ പീസസ് ആയിട്ട് തന്നെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഒരു ചീനച്ചട്ടി വെച്ചതിന് ശേഷം അതിലേക്ക് ഒരു ചെറിയ പീസ് പട്ട, 2 ഗ്രാമ്പു, 2 ഏലക്ക ഇത്രയും ചേർത്തതിന് ശേഷം നമുക്കതൊന്ന് മൂത്ത് വരട്ടെ കേട്ടോ. എണ്ണയൊന്നും ചേർക്കാണ്ട് ഡ്രൈ ആയിട്ടാണ് നമ്മളിത് ഒന്ന് മൂപ്പിച്ചെടുക്കുന്നത്. ഓക്കെ, നല്ലൊരു ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇത് മൂപ്പിച്ചെടുക്കാനായിട്ട്. ജസ്റ്റ് ഒന്ന് വരണ്ട് വരുന്ന സമയത്ത് നമുക്കതിലേക്ക് നാളികേരം ചേർത്ത് കൊടുക്കാം. ഞാൻ ചെറിയൊരു നാളികേരത്തിൻ്റെ അരമുറി നാളികേരം ചിരകിയെടുത്താണ് കേട്ടോ. വലിയ നാളികേരമാണെങ്കിൽ അരമുറി മുഴുവനായിട്ട് ചേർക്കണം എന്നില്ല. 1/2 കിലോ ചിക്കൻ കേട്ടോ. അപ്പോൾ ഞാൻ ചെറിയൊരു നാളികേരം ആയതുകൊണ്ട് അതിൻ്റെ അരമുറി മുഴുവനായിട്ട് തന്നെ ചിരകിയെടുത്തിട്ടുണ്ട്. ഇനി അത് ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് നന്നായിട്ട് ഗോൾഡൻ ബ്രൗൺ കളറാവുന്നത് വരെ ഒന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ. ഫ്ലെയിം കൂട്ടി വെച്ച് നാളികേരം വറുത്തെടുത്ത് കഴിഞ്ഞാൽ ആ ഒരു കറക്റ്റ് പരുവത്തിൽ നമുക്ക് ഫ്രൈ ആയി കിട്ടില്ല. കണ്ടില്ലേ, ഈ ഒരു രീതിയിൽ ഞാൻ മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ എരിവിന് ആവശ്യത്തിന് മുളക് പൊടി, ഇത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി എരിവിന് ആവശ്യത്തിന് നമുക്കൊരു മുളക് പൊടി ചേർത്ത് കൊടുക്കാം. മുളക് പൊടി ഞാനിപ്പോൾ 1 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. നിങ്ങൾ കാശ്മീരി ചില്ലിയാണ് ചേർക്കുന്നതെങ്കിൽ അതിനനുസരിച്ചിട്ട് ഒരു ടേബിൾ സ്പൂൺ വരെയൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ എരിവുള്ള മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ അതിലേക്ക് 1 ടേബിൾ സ്പൂണോളം ചിക്കൻ മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അതും കൂടി ചേർത്തിട്ട് പൊടികളൊക്കെ മൂത്ത് വരുന്ന വരെ നമുക്കിതൊന്ന് വറുത്തെടുക്കാം. ഇനി ഞാനിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മുഴുവൻ കുരുമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടി ചേർത്തിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് അവിടെ ഇരിക്കട്ടെ. ചൂടാറിയതിന് ശേഷം നമുക്കൊന്ന് അരച്ചെടുക്കാം കേട്ടോ. ആ ഒരു സമയം കൊണ്ട് മീഡിയം സൈസിൽ ഒരു സവാള ഞാൻ പൊടിയായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ ഒരു 10-12 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ പീസ് ഇഞ്ചി അതും ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു ചട്ടി വെച്ചിട്ടുണ്ട്. ചട്ടിയിലോട്ട് ഞാനൊരു 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നാടൻ കറി ആയതുകൊണ്ട് വെളിച്ചെണ്ണയിൽ തന്നെ ഉണ്ടാക്കുക. പിന്നെ അതിലേക്ക് 1 ടീസ്പൂൺ പെരിഞ്ജീരകമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അത് പൊട്ടി വരുന്ന സമയത്ത് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള നമ്മുടെ സവാള അതിലേക്ക് ചേർത്ത് കൊടുക്കാം. സവാള പെട്ടെന്ന് വഴണ്ട് കിട്ടാനായിട്ട് ഞാൻ അതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇത് ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കി എടുത്തതിന് ശേഷം നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെ ഒക്കെ പച്ചമണം മാറിക്കിട്ട് നമ്മുടെ സവാളയ്ക്കൊന്ന് വഴണ്ട് കിട്ടട്ടെ കേട്ടോ. ചെറുതായിട്ടൊന്ന് സോഫ്റ്റായി വരട്ടെ. ആ ഒരു സമയം വരെ നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കാം. കണ്ടില്ലേ, ഇത്രയും തന്നെ മതിയാവട്ടെ. ഒരു പിങ്ക് ഷെയ്ഡിലോട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള കരിവേപ്പിൻ്റെ ഇലയും കൂടിയും ചേർത്ത് കൊടുക്കാം. പിന്നെ മീഡിയം സൈസിലുള്ള ഒരു തക്കാളി ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അതും കൂടി നമുക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇനി ഈ തക്കാളി ഒന്ന് വഴണ്ട് കിട്ടണം. അതിന് വേണ്ടി അതൊന്ന് അടച്ച് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ തക്കാളി പെട്ടെന്ന് തന്നെ ഒന്ന് ഉടഞ്ഞു കിട്ടും. കണ്ടില്ലേ, തക്കാളി ഇപ്പം നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്, ഒന്ന് ഉടഞ്ഞ് വന്നിട്ടുണ്ട്. ഇത്രയും തന്നെ മതിയാവും. ഇനി ഇതിലോട്ട് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ഒരു നാളികേരത്തിൻ്റെ അരപ്പ് ചൂടാറിയതിന് ശേഷം ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ല മഷി പോലെ അരച്ചെടുത്താണ് അത് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി മിക്സിയുടെ ജാറിലോട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ഗ്രേവിക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിത് അതിലോട്ട് ലേശം കൂടിയും വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് എന്തോരം തിക്നെസ്സിലാണോ ഗ്രേവി വേണ്ടത് അതിനനുസരിച്ച് ഈ ഒരു സമയത്ത് വെള്ളം നോക്കിയിട്ട് ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ എന്തായാലും ഈ ഒരു അളവിൽ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിനി നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. ആ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്തതിന് ശേഷം ഈ ഗ്രേവി നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. അതിന് ശേഷമാണ് നമ്മളിതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ചിക്കൻ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ഫ്ലെയിം ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് ആ ഒരു ചാറൊക്കെ കുറുകി വരുന്നത് വരെ അടച്ച് വെച്ച് നമുക്കൊന്നൊന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോഴാണ് നമുക്ക് എപ്പോഴും എന്താ പറയുക, വെള്ളം ഇച്ചിരി കൂടുതൽ ഒഴിച്ചിട്ട് അത് നമ്മൾ ലോ ഫ്ലെയിമിലിട്ട് വറ്റിച്ചെടുക്കുമ്പോഴാണ് എണ്ണയൊക്കെ തെളിഞ്ഞ ആ ഒരു കറക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടുക. അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഞാനിപ്പോൾ ഇത് അടച്ച് വയ്ക്കുന്നുണ്ട് കേട്ടോ. ഒന്ന് തിളയ്ക്കട്ടെ. കണ്ടില്ലേ, ഇപ്പം നന്നായിട്ട് തിളച്ച് കിട്ടിയിട്ടുണ്ട്. തിളച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ഫ്ലെയിം ലോ ടു മീഡിയം, ലോ ഫ്ലെയിമിൽ നിന്ന് ലേശം കൂട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ആ ഒരു ഫ്ലെയിമിൽ കടന്ന് ഇതൊന്ന് തിളച്ചൊന്ന് കുറുകി വരട്ടെ.
ഇപ്പോൾ ഇത് ഏതാണ്ട് കറക്റ്റ് പരുവായിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഗ്രേവിക്ക്. ഇനി ലാസ്റ്റായിട്ട് ഇതിലേക്ക് ഞാൻ ഒരു ടീസ്പൂണോളം ചിക്കൻ മസാലയും കൂടി ചേർത്ത് കൊടുക്കുന്നത്. ഈ ഒരു സമയത്ത് ചിക്കൻ മസാല ചേർക്കുമ്പോൾ നമ്മുടെ കറിക്ക് നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ. അതും കൂടി ചേർത്ത് മിക്സ് ചെയ്തെടുത്തിട്ട് ജസ്റ്റ് ഒന്നും കൂടി തിളച്ചതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. ഇതിലേക്ക് കുറച്ചും കൂടി കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി നിങ്ങൾ ഗരം മസാലയാണ് ചേർക്കുന്നതെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ തന്നെ മതിയാവും. ചിക്കൻ മസാല ആയതുകൊണ്ടാണ് ഞാൻ 1 ടീസ്പൂൺ ചേർത്ത് കൊടുത്തത് കേട്ടോ. കണ്ടില്ലേ, ഈ ഒരു തിക്നെസ്സിലാണ് നമുക്കിപ്പോൾ കിട്ടിയിട്ടുള്ളത്. ഇത്രയും തന്നെ മതിയാവും. നിങ്ങളുടെ തിക്നെസ്സിനനുസരിച്ച് വേണമെങ്കിൽ കുറച്ചും കൂടി കുറുക്കിയെടുക്കണമെങ്കിൽ കുറുക്കിയെടുക്കാം കേട്ടോ. പിന്നെ നാളികേരമൊക്കെ ചേർത്തതായതുകൊണ്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ആ ചട്ടിയിലിരുന്നത് ഒന്നും കൂടി തിക്കായി വരും. ഈ സമയത്ത് ഞാനിതിലേക്ക് ആവശ്യത്തിന് കറിവേപ്പിൻ്റെ ഇലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് ആ ചട്ടിയുടെ ചൂടിൽ കിടന്ന് തിളയ്ക്കുന്നതാണ്. നമുക്കിതിങ്ങനെ തന്നെ അടച്ച് വയ്ക്കാം. ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞ് ഓപ്പൺ ചെയ്ത് നോക്കാം കേട്ടോ. കണ്ടില്ലേ, ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് ഞാനിത് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോഴത്തേനും തന്നെ ഇത് അത്യാവശ്യം ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇത് മുഴുവനായിട്ട് ചൂടായി വരുന്ന സമയത്ത് നന്നായി തന്നെ കുറുകി കിട്ടും. അപ്പോൾ 10 മിനിറ്റിന് ശേഷം തന്നെ നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ്. നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. ഇതിൻ്റെ ഗ്രേവിക്ക് ഒരുപാട് മസാലക്കുത്തുകളൊന്നും ഇല്ലാണ്ട് വളരെ മിനിമം സ്പൈസസ് ചേർത്തിട്ടാണ് നമ്മളിത് ഉണ്ടാക്കിയിട്ടുള്ളത്. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട് കേട്ടോ. ഇത് ചോറിൻ്റെ കൂടിയും ചപ്പാത്തിയുടെ കൂടിയും വെള്ളയപ്പത്തിൻ്റെ കൂടെയൊക്കെ ഒരേപോലെ പോകുന്ന ഒരു അടിപൊളി കറിയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു നാടൻ വറുത്തരച്ച ചിക്കൻ കറിയുടെ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. വീണ്ടും ഒരു അടിപൊളി റെസിപ്പി ആയിട്ട് കാണുന്നതുവരെ ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.